എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ പൂനെയിൽ കൊറിയൻ കമ്പനിയിൽ LG കമ്പനിയിൽ ചേർന്ന LG കമ്പനിയുടെ മെയിൻ സ്റ്റാഫായിട്ടല്ല, അവരുടെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് എനിക്ക് കൊറിയക്കാരെക്കുറിച്ചും അവരുടെ കൂടുതൽ അവരെ അടുത്തറിയുവാനും അവരുമായി വളരെ സൗഹൃദം പങ്കുവെക്കുവാനും എല്ലാം ഇടയായത്. അവർ ബിസിനസ്സിൽ ഇന്ത്യയിൽ ആ സമയത്ത് വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ ആ ബിസിനസ്സിലുള്ള ഒരു അഗ്രസീവ് ക്യാരക്ടർ. അവർ വളരെ ജപ്പാൻകാരുമായിട്ട് വളരെ വിഭിന്നമായിട്ട് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് ഇന്ത്യക്കാരുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സൗഹൃദം സ്ഥാപിച്ച് അവരുടെ കൂട്ടത്തിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് വളരെ ഒരു പ്രത്യേക സാമർഥ്യം ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് അല്പമൊക്കെ ഇന്ത്യയുടെ പോലെയുള്ള ഓർഡർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളോ അതൊക്കെയായിട്ട് പൊരുത്തപ്പെടുവാൻ അവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്നാൽ ജപ്പാൻകാരായ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിലും ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം വളരെ ഓർഡർലി ആയിരിക്കണം, എല്ലാം നീറ്റായിരിക്കണം, എല്ലാം വളരെ ചിട്ടയിലും ഒരു പ്ലാൻഡായിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ അവർ പെട്ടെന്ന് ബേജാറാകും. അവരെ സംബന്ധിച്ച് പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് വലിയ ഒരു തത്രപ്പാടുണ്ടാകുന്ന, മനസ്സിലെല്ലാം ഒരു വലിയ ബേജാറുണ്ടാകുന്ന അവസ്ഥയാണ്. എന്നാൽ കൊറിയക്കാരെ സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളെല്ലാം അവർ വളരെ ഒരു നമ്മുടെ ഇന്ത്യക്കാരുടെ ശൈലിയിൽ തന്നെ അവർക്ക് നേരിടുവാനും ഇന്ത്യൻ ആളുകളുമായിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഒരു സൗഹൃദം സ്ഥാപിക്കുവാനും ഇന്ത്യയുടെ ആഴങ്ങളിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുവാനും അവർക്ക് ഒരു കുറച്ചുകൂടെ സാമർഥ്യം കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതാണ് LG കമ്പനിക്കൊക്കെ ഇന്ത്യയിലുണ്ടായ ആ ഒരു വലിയ വിജയത്തിൻ്റെ ഒരു കാരണം കൂടി. ഞാൻ അവരുമായിട്ട് നല്ല സൗഹൃദം പങ്കിട്ട് അവരുടെ കൂടെ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ഈ കൊറിയൻ എൻജിനീയേഴ്സ് കൂടുതലും അവർ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ വിഭാഗക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ചില പള്ളികളുമൊക്കെ ഉണ്ടായിരുന്നു. ആ പള്ളികളിൽ അവരുടെ കൂട്ടായ്മകളും അവരുടെ പ്രാർത്ഥനയും പരിപാടികളിലുമൊക്കെ ആ സമയത്ത് അവർ ഭയങ്കര വിശ്വാസികളാണ്. ഞായറാഴ്ച ദിവസമാകുമ്പോഴേക്കും അവർ വലിയ വിശ്വാസികളായിട്ട് മാറും. എന്നാലും അവരുടെ ചില വിശ്വാസത്തിലെ ചില കാര്യങ്ങളൊക്കെ എനിക്കും വളരെ തമാശയായിട്ടന്ന് തന്നെ തോന്നിയിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ ആ ഒരു വിശ്വാസം അവരന്ന് പറഞ്ഞിരുന്നത് ക്രിസ്തു ഉടൻ തന്നെ വരാൻ പോകുന്നു, രണ്ടാം വരവ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണല്ലോ ക്രൈസ്തവ ലോകം മുഴുവൻ. അപ്പോൾ ക്രിസ്തു വീണ്ടും വരുമ്പോഴേക്കും ഇന്ത്യയെ ഒരുക്കുവാൻ വേണ്ടി അതിനുവേണ്ടിയാണ് LG കമ്പനിയുടെ എൻജിനീയർമാരായിട്ട് ഞങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ദൈവിക ദൗത്യമാണ് എന്നൊക്കെയാണ് അവർ പലരും ചിലപ്പോൾ ഒരു വിശ്വാസത്തിൽ അവർ അങ്ങനെ ആയിരിക്കും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമായതുകൊണ്ട് ഇവിടെ ക്രിസ്തുവിൻ്റെ വരവിനായിട്ടുള്ള ഒരു ഒരുക്കം നടത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ LG കമ്പനിയുടെ ബാനറിലൂടെ വന്നിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ദൗത്യം യഥാർത്ഥത്തിൽ അതാണ് എന്നാണ് ഞായറാഴ്ച ദിവസത്തിലെ അവരുടെ പ്രഭാഷണം. ബാക്കി ദിവസങ്ങളിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയാറില്ല. കാരണം അവർ ഇന്ത്യക്കാരുടെ കൂട്ടത്തിലും ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെയും തൊഴിലാളികളുടെയും കൂട്ടത്തിലാണ് അന്ന് അവർ അവിടെ ആ കമ്പനി സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്കുണ്ടായ വേറൊരു അനുഭവം എന്ന് പറയുന്നത് ഓഷോയുടെ ആശ്രമം. പൂനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഓഷോയുടെ ആശ്രമം ആണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഒരു നമുക്ക് പെട്ടെന്ന് ഇന്ത്യക്കാരെ ആരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മലയാളിയായി എനിക്കും ഞാൻ ഓഷോയിൽ നേരത്തെ കാലം മുതൽ ആകൃഷ്ടനായ അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഓഷോയുടെ ആശ്രമം ഒന്ന് സന്ദർശിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുരേഗാവിൻ അവിടെ ഓഷോയുടെ ആശ്രമം ഉള്ള കുരേഗാവ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്, ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ഘോഷയാത്ര, വലിയ അവർ വാദ്യമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടി സ്വാമിമാരെല്ലാവരും കൂടെ ചേർന്ന് കാഷായ വസ്ത്രം ധരിച്ച സ്വാമിമാർ വലിയൊരു ഘോഷയാത്രയായിട്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ ഘോഷയാത്രയ്ക്ക് കാരണം? എന്തോ അന്ന് പ്രത്യേക ദിവസമൊന്നുമല്ല, പ്രത്യേക ഉത്സവ ദിവസമോ ഹൈന്ദവ കലണ്ടറിൽ പ്രത്യേക ആഘോഷങ്ങളുടെ ദിവസങ്ങളൊന്നുമല്ല. എന്താണ് ഈ ഘോഷയാത്രയ്ക്ക് കാരണം എന്നന്വേഷിച്ച് ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മരിച്ച ഒരു സ്വാമിജിയുടെ ശവമഞ്ചം പേറിക്കൊണ്ട് ഇവർ വലിയ ആഹ്ലാദ നൃത്തം ചവിട്ടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭയങ്കരമായിട്ട്, അതിൽ വിദേശ സ്വാമികളാണ്, വിദേശ സന്യാസിമാരാണ് കൂടുതൽ, ഇന്ത്യക്കാരായിട്ടുള്ള ഓഷോ അനുയായികളുമുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് ആ ശവമഞ്ചവും പേറി ആ ആശ്രമത്തിന് ചുറ്റി പ്രദക്ഷിണം വെക്കുന്ന വലിയ ആഘോഷമായിട്ട് എല്ലാവരുടെയും മുഖത്തും ആ സന്തോഷം വളരെ പ്രകടമായിരുന്നു. അതെനിക്ക് വലിയൊരു ആശ്ചര്യം ഉളവാക്കിയ ഒന്നാണ്. അതിനുശേഷം ഞാൻ പിന്നീട് ആശ്രമം സന്ദർശിക്കുകയും ആശ്രമത്തിന് ഉള്ളിൽ എനിക്ക് പിന്നീടുള്ള പല സമയങ്ങളിൽ ഞാൻ അവിടെ പോവുകയും അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പൂനെയിലെ ജീവിതം
ഈ കൊറിയക്കാരുടെ കൂട്ടത്തിൽ അവിടെ ജപ്പാൻ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിൽ അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ആ ഒരു കാലം മകർപെട്ട സിറ്റിയിലാണ് അന്ന് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിരുന്നത്. അന്ന് ഇടയ്ക്കിടയ്ക്ക് കൊറിയയിൽ നിന്ന് വരുന്ന എഞ്ചിനീയർമാരെ ബോംബെയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവരണം. അത് ആണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊരുക്കും. അപ്പം പുതിയ ആളുകൾ വരുമ്പോൾ ഞാൻ സമീർ എന്ന എൻ്റെ ഡ്രൈവറുമായിട്ട് ഞാൻ നേരെ പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് പോകുന്നു. ബോംബെയിൽ പോയി അവരെ അവിടെ നിന്ന് സ്വീകരിച്ച് അവരെ ഇവിടെ കൊണ്ടുവരുന്നു. അവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ശേഷം അവരെ തിരികെ കൊണ്ടുപോയാക്കുന്ന ചടങ്ങുകൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോംബെയുമായിട്ടും എനിക്ക് നല്ല ബന്ധമായി. ബോംബെയിൽ എൻ്റെ സ്നേഹിതൻ മനോജുണ്ട്. മനോജിൻ്റെ ഭവനം പല പ്രാവശ്യം സന്ദർശിച്ചു. അതുപോലെ ഈ സമീർ എന്ന ഡ്രൈവറിൻ്റെ പിതാവ് അന്ന് അവിടെ ബോംബെയിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ശരത് പവാറിൻ്റെ പാർട്ടിയുടെ വലിയ ഒരു അവരുടെ ഒരു ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവാണ്. അപ്പം അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ കൊറിയക്കാരെ സ്വീകരിക്കുവാൻ വേണ്ടി എയർപോർട്ടിൽ പോയി മടങ്ങി വരുന്ന ഒരു രാത്രിയിൽ ഞാൻ ഈ സമീറിൻ്റെ വീട്ടിൽ ഒരു ദിവസം തങ്ങിയത് ഞാൻ ഓർക്കുന്നു. ആ ദിവസം അവിടെ മഴക്കാലത്ത് ശരിക്കും ഈ മൺസൂൺ സമയത്ത് ബോംബെയിൽ മഴക്കാലം വളരെ ഗുരുതരമാണ്. അന്ന് ഭയങ്കരമായ ഫ്ലഡും ഭയങ്കര ഗുരുതരമായ മഴയും. ആ മഴയിലുണ്ടായ ഒരു വലിയ ഒരു ഫ്ലഡിൽ അവിടെ ഏതോ ഡാമുകൾ അവിടെ അടുത്ത പരിസരത്ത് തുറന്നു വിടുകയും എല്ലാം ചെയ്ത് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒരുപാട് വീടുകൾ എല്ലാം ഒലിച്ചുപോയി. ആ സമയത്ത് ഈ സമീറിൻ്റെ പിതാവ് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ അനുയായികളുമെല്ലാമായിട്ട് ആ ദുരിതം സംഭവിച്ച ഏരിയയിൽ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം, അവിടെ ആളുകളുടെ വീടുകളെല്ലാം തകർന്നു പോയതിനാൽ അവരെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ച് ഏതോ സ്കൂളിലോ എന്തോ കൊണ്ടുപോയി മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അത് ഒരു രാത്രി സമയത്ത്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ ഓർക്കുകയാണ് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ മഹാരാഷ്ട്ര ഈ ബോംബെ പോലെയുള്ള ഒരു സ്ഥലത്ത് അത്രയേറെ ദുരിതവും പാവങ്ങളും ചേരികളും എല്ലാം ഉള്ളിടത്ത് ഒരു ദുരിതമുണ്ടായപ്പോഴേക്കും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോഴേക്കും എത്ര പെട്ടെന്നാണ് ആളുകൾ സഹായഹസ്തവുമായിട്ട് അവിടെ ഓടിക്കൂടുന്നത്. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ യുവാക്കളാകട്ടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അന്ന് ഞാൻ രാത്രിയിലെന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം ക്യാമ്പിൽ പോവുകയും അവിടെയുള്ള ആളുകൾക്ക് ഈ ഭക്ഷണ വിതരണത്തിന് പങ്കെടുക്കുകയും ചെയ്തു. അതെനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നി. എന്ത് ആവേശത്തോടു കൂടിയാണ് അവിടെ ആളുകൾ സേവനസന്നദ്ധരായിട്ട് പെട്ടെന്ന് തന്നെ. തലേന്നൊക്കെ എനിക്ക് ബോംബെയെക്കുറിച്ചുള്ള വളരെ മോശമായൊരു കാഴ്ചപ്പാടായിരുന്നു. അവിടുത്തെ ട്രാഫിക് ആകട്ടെ അല്ലെങ്കിൽ ആളുകളുടെ ഒരു പെട്ടെന്നുള്ള പെരുമാറ്റമെല്ലാം വളരെ ഒരു കലുഷിതമായിട്ട് എനിക്ക് വളരെ അസഹ്യമായിട്ട് തോന്നി. എന്നാൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ദുരന്തമുണ്ടായപ്പോഴേക്കും ആ ദുരന്തമുഖത്തേക്ക് ആളുകളെല്ലാം കൂടി സഹായഹസ്തവുമായിട്ട് ഓടിക്കൂടുകയും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എല്ലാം ചേർന്ന് അവിടെ ഭക്ഷണമൊക്കെ വലിയ അണ്ടങ്ങളിൽ വലിയ പാത്രങ്ങളിൽ അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി അവർക്ക് വിതരണം ചെയ്യുന്നു. അവിടെ ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇവിടെ ജപ്പാനിലും ഇങ്ങനെ പലപ്പോഴും ഭൂകമ്പങ്ങളും അതുപോലെ ദുരിതങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെയുള്ള ആ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ചിട്ടയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ്റിൻ്റെ ആളുകൾ തന്നെ വന്ന് വരിയായി ആളുകളെ നിർത്തി അതിനെല്ലാം ഒരു സമയമെടുക്കും. അതിനെല്ലാം ഒരു കൃത്യതയും ഒരു വളരെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ പോകുന്നത്. നമ്മുടെ പട്ടാള ക്യാമ്പുകളിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അധികൃതരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ തന്നെ സമീപവാസികളും അവിടെയുള്ള രാഷ്ട്രീയക്കാരും അവിടെ ഓടിയെത്തി ആ ഒരു സേവനം ചെയ്യുന്ന ആ ഒരു കാഴ്ച അതെനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നി. എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ നേരിടാൻ. അതെനിക്ക് തോന്നുന്നു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾക്കുള്ള ഒരു പ്രത്യേക ഒരു കഴിവാണ്. ഇവിടെ ഞാൻ ജപ്പാനിൽ ജീവിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എപ്പോഴും ആ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് അത് കിട്ടി അത് വളരെ ശാസ്ത്രീയമായിട്ട് വളരെ അളന്ന് തിട്ടപ്പെടുത്തിയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. എന്നാൽ നമുക്കവിടെ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സ്വന്തമായ രീതിയിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുവാനും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്യുവാനും കഴിയുന്നു എന്നുള്ളത് അവിടെ ഒരു പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു മാറ്റമാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള. എന്തായാലും അങ്ങനെ പൂനെയിൽ ജീവിച്ച ആ ഒരു ജോലി ചെയ്ത് പൂനെയിൽ ഈ കൊറിയക്കാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ആ സമയം LG കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് കഴിഞ്ഞ സമയം അതും എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. പുതിയൊരു നാട്, ഇന്ത്യയുടെ ഒരു പുതിയ ഒരു സംസ്ഥാനം, അവിടുത്തെ ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനും അവിടെ
ഉള്ള കാര്യങ്ങൾ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുന്നതിനും എപ്പോഴും എനിക്ക് ഈ ഫാക്ടറിയിലേക്ക് ഇവരെ കൊണ്ടുപോയി എത്തിക്കേണ്ട ചുമതലയെ അതുപോലെ ഇവർക്ക് ഭക്ഷണ സമയമാകുമ്പോഴേക്കും ഇവർക്ക് ഭക്ഷണ സൗകര്യങ്ങൾ അത് കൊറിയൻ കുക്കുമാരുണ്ടായിരുന്നു. അവർ ഒരുക്കുന്ന കൊറിയൻ ഭക്ഷണം ഇവർക്ക് കൊറിയക്കാർക്ക് പലപ്പോഴും കൊറിയൻ ഭക്ഷണം തന്നെ വേണമെന്ന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ കൊറിയൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ വാഹനത്തിൽ കമ്പനിയിൽ ചെല്ലണം. അങ്ങനെ കമ്പനിയിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ വീണ്ടും അവർ വൈകുന്നേരം തിരികെ വരുമ്പോൾ അന്നേരത്തേക്കും ചിലപ്പോൾ കൊറിയയിൽ നിന്ന് തന്നെ ചില പുതിയ എഞ്ചിനീയർമാർ വരും. അവരെ സ്വീകരിക്കാൻ വേണ്ടി ബോംബെക്ക് പോകണം. അവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അവർക്ക് കൂടുതലും രാത്രികാലങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല ഒരു സമയം വരെയും ഇവർ മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കൊറിയക്കാർക്ക് അവർക്ക് പ്രത്യേകം അവരുടെ കൊറിയയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ഒരു മദ്യമുണ്ട്. അതൊക്കെ യാതൊരു എയർപോർട്ടിലൊന്നും ഇമിഗ്രേഷനിലൊന്നും ഒരു തടസ്സവും കൂടാതെയാണ് അവർ കൊണ്ടുവന്നിരുന്നത്. എനിക്ക് തോന്നുന്നു കമ്പനി ആവശ്യത്തിനൊക്കെയാണെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന പ്രത്യേക ബാഗുകളിലും ഒക്കെ ആയിട്ടായിരിക്കണം. നമ്മളുടെ കേരളത്തിൽ പണ്ട് കാലത്ത് നിരോധിച്ച ചാരായം പോലെയുള്ള അത് ചാരായം തന്നെയാണ് അരാക്ക്, അതിൻ്റെ പല രീതിയിലുള്ള മദ്യ ഇനങ്ങൾ കൊറിയയിലുണ്ട്. അത്തരം കുപ്പികൾ ധാരാളമായിട്ട് അവിടെ നിന്ന് എത്തിക്കും. അപ്പോൾ ഇവർ രാത്രികാലങ്ങളിൽ ഈ എഞ്ചിനീയർമാരെല്ലാം കൂടുതലും മദ്യം കഴിച്ച് ഒരു നല്ല അവശത ആകുന്നത് വരെയും മദ്യം കഴിക്കും. അത്രമാത്രം മദ്യപാനികളായ പലരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എഞ്ചിനീയർമാർ. എന്നാൽ അവർ ജോലി കാര്യത്തിൽ അവർ വളരെ ചിട്ടയോടുകൂടി വളരെ കണിശതയോടുകൂടി ജോലി ചെയ്യുന്നു. അവർക്ക് പലപ്പോഴും അതിശയകരമായിട്ട് തോന്നിയിരുന്നത് നമ്മളുടെ നാട്ടിലെ ഈ മതങ്ങൾ കാസ്റ്റിൻ്റെ പലപ്പോഴും നമുക്കറിയാം ഹിന്ദു മതത്തിലുള്ളവർ ബീഫ് കഴിക്കില്ല, പൊതുവേ ഇറച്ചികൾ നോൺ വെജ് കഴിക്കില്ല, ഒരു പച്ചക്കറി മാത്രമായിരിക്കും. അതുപോലെ മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് പോർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരമുള്ള ഈ ഭക്ഷണത്തിലുള്ള വൈവിധ്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് കാണുമ്പോൾ ഇവർക്കിതെല്ലാം ഭയങ്കര ഒരു അതിശയമാണ്. കാരണം ഇവർക്ക് എല്ലാ മീറ്റ് വിഭവങ്ങൾ എല്ലാം നന്നായിട്ട് കഴിക്കുന്ന ആളുകളാണ്, എല്ലാം അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും കഴിക്കാതെ പ്യുവർ വെജിറ്റേറിയനായിട്ട് ഇവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ അവരെയൊക്കെ കാണുമ്പം ഇവർക്ക് എന്താണ് ഇവർക്ക് ആദ്യം തോന്നുന്ന മനോഭാവം എന്നെനിക്കറിയില്ല. എന്തായാലും അവരുടെയൊക്കെ വലിയൊരു അതിശയത്തോടു കൂടിയായിരുന്നു ഇവർ പലപ്പോഴും വീക്ഷിച്ചിരുന്നത്. ഇന്ത്യയിലെ ആളുകൾ ഇത് എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത്. അന്ന് ഉണ്ടായൊരു ഇതിലൊക്കെ വളരെ ഒരു അതിശയകരമായൊരു സംഭവം എനിക്ക് എഞ്ചിനീയർമാർക്കെല്ലാം ഒരു ഞെട്ടലുളവാക്കിയത് ഞാൻ ഓർക്കുന്നു. ഞാൻ അവിടെ ഈ ഗസ്റ്റ് ഹൗസ് അവർക്ക് വേണ്ടിയുള്ള ഗസ്റ്റ് ഹൗസ് ഒരുക്കി തയ്യാറാക്കി ഇപ്പോൾ ജോലിക്കായിട്ട് അവിടെ അവിടുത്തെ ക്ലീനിങ് ജോലിക്ക് കുക്ക് ജോലിക്ക് എല്ലാം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് വന്ന ക്ലീനിങ് ജോലിക്ക് വന്ന ഒരു സ്ത്രീയോട് അവിടുത്തെ ജോലി കാര്യങ്ങളെല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവരാദ്യമേ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ കക്കൂസ് വൃത്തിയാക്കിയല്ല, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യല, കാരണം ഞങ്ങളുടെ കാസ്റ്റ് അത് അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ കാസ്റ്റ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന അത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാനിത് ജപ്പാൻകാരോട് വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം. പറഞ്ഞ സാരമില്ല, അത് ഞങ്ങൾ തന്നെ കഴുകിക്കളാം, ഞങ്ങൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് ആ എഞ്ചിനീയർ അവരോട് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഈ സ്ത്രീക്കുണ്ടായ ഒരു അതിശയം. അതാണ് നമ്മുടെ നാട്ടിലെ ഓരോരോ സംസ്കാരത്തിൻ്റെ വ്യത്യാസം. ഇവിടെ ജപ്പാനിലെന്ന് പറഞ്ഞാൽ കൊറിയയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ജപ്പാനിൽ പ്രത്യേകിച്ച് ടോയ്ലറ്റാണ് ഇവിടുത്തെ ഏറ്റവും വൃത്തിയുള്ള, വീട്ടിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഇടമെന്ന് പറയുന്നത് ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റ് ഒരു കമ്പനിയിലാകട്ടെ ഒരു റെസ്റ്റോറൻറ്റിലാകട്ടെ എവിടെയാണെങ്കിലും അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഓണർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ടിറങ്ങുക. അത് ഏറ്റവും ക്ലീനാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓരോ ദിവസത്തെ മറ്റ് ചടങ്ങുകളിലേക്ക് കിടക്കുക. എന്നാൽ നമുക്കറിയാം ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്നുള്ളത്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കുണ്ടാകുന്ന ഒരു മനോഭാവം. എന്തായാലും വന്ന് ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ കാലം തീരുന്നത് വരെയും അവിടുത്തെ ശൗചാലയത്തിൻ്റെ ക്ലീനിങ് ഞങ്ങൾ തന്നെയാണ് നടത്തിയിരുന്നത്. ഈ എഞ്ചിനീയർമാരാകട്ടെ അല്ലെങ്കിൽ ഞാനാകട്ടെ ഞങ്ങൾ മാറി മാറി ആ ക്ലീനിങ് ചെയ്യും. അവിടുത്തെ ക്ലീനിങ്ങിന് വരുന്ന സ്ത്രീകളാകട്ടെ അവർ വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ ക്ലീൻ ചെയ്യും. അതുപോലെ കുക്കിംഗ് കാര്യങ്ങളും ചെയ്തു തരും. അങ്ങനെയുള്ള ആ ഒരനുഭവം പൂനെയിൽ ഉണ്ടായത് ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.